പിതാവും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യം മുതൽ എന്നേക്കുവാമേൻ. കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ചെറിയ പ്രാർത്ഥന ഈ നോയമ്പ് കാലത്ത് മാത്രമല്ല, നമ്മുടെ ആയുഷ്കാലം മുഴുവനും ആയിരിക്കേണ്ടുന്നതിലേക്ക് വേണ്ടി ഞാൻ ഈ ചെറിയൊരു പ്രാർത്ഥന നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്, പറഞ്ഞു തരികയാണ്. ഇതെപ്പോഴും മനപാഠമാക്കാവുന്ന ചെറിയ 2 വാക്യങ്ങൾ. അത് ഉണ്ടായെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ ജീവിത യാത്രയിൽ നമ്മൾക്ക് വഴി തെറ്റുകയില്ല. നമ്മളൊരു സംശയിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങോട്ട് പോകണം, എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആലോചിച്ച് നിൽക്കുമ്പോൾ നമ്മൾക്ക് വഴി തെറ്റാതെ നമ്മൾക്ക് നേരായ മാർഗത്തിലൂടെ പോകാൻ സാധിക്കും. അസന്നിഗ്ധാവസ്ഥയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണെന്ന് അറിയാതെ പകച്ച് നിൽക്കേണ്ടുന്ന ഒരു ഗതികേട് വരികയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇത് കാണാപ്പാഠം പഠിച്ച് ആയുഷ്കാലം മുഴുവനും ഉരുവിടാൻ പറ്റുന്ന ചെറിയ 2 വാക്യങ്ങളാണ് ഉള്ളത്. അത് എല്ലായ്പ്പോഴും ഇത് ഉപയോഗിക്കാം. അതിനെ മനസ്സ് വെച്ചാൽ മാത്രം മതി. നമുക്ക് സങ്കീർത്തനം 139 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 24-ാം വാക്യം, വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ സഞ്ചരിക്കുന്നതെന്ന് നോക്കണമേ, അങ്ങയുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ. ഒരു വാക്യമാണ്, ഒരു ചെറിയൊരു വാക്യം. ഇത് എപ്പോഴും കാണാപ്പാഠം പഠിച്ച് നമ്മളുടെ ആയുഷ്കാലം മുഴുവനും ഉരുവിടണം. നമ്മൾ വിനാശത്തിന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉദ്ദേശശുദ്ധികളെല്ലാം നമുക്ക് തന്നെ സംശയം തോന്നാം. അപ്പോൾ നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. അവിടത്തേക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഏത് വിധത്തിലാണ് സഞ്ചരിക്കുന്നത്, നമ്മളെന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് ആ നേരായ മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പറയുന്നതാണ് ഈ സങ്കീർത്തനത്തിലെ ഈ വാക്യം. 24-ാം വാക്യം 139-ാം സങ്കീർത്തനം. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് അല്ലെങ്കിൽ സഞ്ചരിക്കുന്നതെന്ന് നോക്കണമേ, അങ്ങയുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ. എന്നിട്ട് അതിന് പ്രത്യുത്തരം കർത്താവ് പറയുന്നുണ്ട് മറ്റൊരു ഭാഗത്ത്. അത് നമ്മൾ കേൾക്കണം. ആ കർത്താവിൻ്റെ പ്രത്യുത്തരം കേൾക്കാൻ നമ്മൾ നമ്മുടെ കാത് കൂർപ്പിക്കണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവ്, നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. അപ്പോൾ ഈ പ്രാർത്ഥന ഉരുവിടുമ്പോൾ അങ്ങനെയാണ്, മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക. പ്രിയപ്പെട്ടവരെ, ഇത് നല്ല പ്രാർത്ഥന. ഇത്രയും ഒന്ന് കാണാപ്പാഠം പഠിച്ച് നമ്മൾക്ക് തീർച്ചയായും നമ്മൾക്കത് നമ്മുടെ ജീവിതത്തിൽ സർവ്വസമയത്തും നമ്മുടെ ഓരോ ദിവസങ്ങൾ സർവ്വസമയത്തും ഉരുവിടാൻ ശ്രമിക്കുക.